എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നയിലിൽ കണ്ട ഫോട്ടോയിൽ ഉള്ള പോലത്തെ ഡ്രസ്സാണ് ചെയ്യുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ക്രിസ്മസിന് മുന്നേ ആയിട്ട് കഴിയുന്നതും നേരത്തെ ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ റെഡ് കളർ എടുക്കാം. അപ്പൊ എന്റെ അടുത്ത് റെഡിന്റെ കുറെ വേരിയേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനൊരു കളർ മാറ്റിയെടുത്തത് കേട്ടോ. അപ്പൊ 2.5 മീറ്റർ ആണ് ക്ലോത്ത് എടുത്തത്. 2.5 മീറ്റർ ക്ലോത്ത് അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 മീറ്റർ ക്ലോത്ത് മതി. നെറ്റിലാണ് നമ്മൾ സ്ലീവ് ചെയ്യുന്നത്, അതുകൊണ്ട് 2.5 മീറ്റർ മതിയാവും. അപ്പൊ നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. അതിലേക്ക് 2 മീറ്റർ ക്രേപ്പിന്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഫുൾ സ്ലീവ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കൊരു 1.5 മീറ്റർ നെറ്റ് വേണം. 1.5 അല്ലെങ്കിൽ 1.25 മീറ്റർ നെറ്റും നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ് കേട്ടോ. തംബ്നെയിലുള്ള ഫോട്ടോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ ഡ്രസ്സിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് പറയാം. ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള കോളർ ആണ്. ഫ്രണ്ടിൽ നമ്മൾ സ്വീറ്റ് ആർട്ട് നെക്ക് കൊടുക്കുന്നുണ്ട്, അതായത് കോളറും വരുന്നുണ്ട്, നെക്ക് ഓപ്പണിംഗ് ആയിട്ടും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് പ്ലീറ്റ്സും നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയുമാണ് ഈ ഒരു ഡ്രസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞ ഇത്രയും ഡീറ്റെയിൽസ് ഒറ്റ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നല്ല ലെങ്തി വീഡിയോ ആയിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം തന്നെ ലൈനിങ് ഇവിടെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നോർമൽ എ ലൈൻ കുർത്തി ചെയ്യുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്തും വിഡ്ത്തും വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിനും വിഡ്ത്തിനും അനുസരിച്ചിട്ട് ക്ലോത്ത് ഇതുപോലെ 4 ആക്കി മടക്കിടുക. ആകെപ്പാടെ ഇതിൽ വരുന്നൊരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കോളർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നോർമൽ എത്രയാണോ നിങ്ങൾ ഷോൾഡർ എടുക്കുന്നത് എന്ന് വെച്ചാൽ ആ ഷോൾഡറിന്റെ കൂടെ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ എക്സ്ട്രാ ആയിട്ട് എടുക്കുക. ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഇഞ്ച് വരെ എക്സ്ട്രാ എടുത്തോളൂ. എന്നിട്ട് അവസാനം നമ്മൾ ഷോൾഡർ ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് ഇട്ട് നോക്കിയിട്ട് താഴേക്ക്, അതായത് നമ്മുടെ ഷോൾഡർ കഴിഞ്ഞിട്ട് ഒത്തിരി ഇറങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നിർബന്ധമായിട്ടും കോളർ വെച്ച് ചെയ്യുന്ന കുർത്തിയിൽ ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുക്കണം. അപ്പൊ ഇവിടെ 1/2 ഇഞ്ചിൽ ഇതേപോലെ 3 ഇഞ്ച് നെക്ക് വിഡ്ത്തിൽ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കോളർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നെക്ക് വിഡ്ത്ത് എടുക്കേണ്ടത് എന്നുള്ളത് പറയാം. നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാന്ന് വെച്ചാൽ ആ ചെസ്റ്റ് റൗണ്ടിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ട നെക്ക് വിഡ്ത്ത് എത്രയാന്നുള്ളത് കിട്ടും. ഇനി ഞാൻ നോർമൽ എ ലൈൻ കുർത്തി എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതേ പ്രകാരം മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതെന്താണ് ഈ വീഡിയോയിൽ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇതും കൂടി വരുമ്പോൾ വലിയൊരു ലെങ്തി വീഡിയോ ആവും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു എ ലൈൻ കുർത്തി മാർക്ക് ചെയ്യാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ബാക്കിലുള്ള ആം ഹോൾ പ്രകാരമാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓൾറെഡി 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്, ആ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ നെക്ക് വിഡ്ത്ത് എത്രയാന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കിലേക്കുള്ള നെക്കിന് വേണ്ടിയിട്ട് 3/4 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തിട്ട് റൗണ്ട് നെക്ക് വരയ്ക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് കൊടുക്കുമ്പോൾ 1/2 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്താൽ മതി. പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂടല്ല, അപ്പൊ ഒത്തിരി ടൈറ്റ് ആയാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലൂസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 3/4 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇനി ഫ്രണ്ടിലേക്കുള്ള നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഫ്രണ്ടിലേക്ക് 3.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഫ്രണ്ടിലേക്കുള്ള നെക്കിന്റെ ഇറക്കം എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 3 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തിട്ട് റൗണ്ട് നെക്ക് വരയ്ക്കുക. റൗണ്ട് നെക്ക് വരച്ചതിന് ശേഷം ഈ ഒരു പീസ്, അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് നമ്മുടെ ദേഹത്തൊന്ന് വെച്ച് നോക്കുക. ദേഹത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ആ നെക്കിന്റെ ആ ഭാഗം കറക്റ്റ് ആയിട്ട്, അതായത് കുറച്ച് ലൂസിലാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 3 ഇഞ്ച് തന്നെ എടുക്കാം. അതല്ല നിങ്ങൾക്ക് വല്ലാതെ കയറിയിട്ടാണ് നിൽക്കുന്നത്, അതായത് നെക്കിന്റെ ഭാഗം വല്ലാതെ കയറിയിട്ടാണ് നിൽക്കണമെങ്കിൽ അതിനെ 3.5 ഇഞ്ചാക്കി എടുക്കുക. അതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും കഴുത്തിന്റെ വണ്ണത്തിന് വ്യത്യാസം ഉണ്ടാവും. ചില ആൾക്കാർക്ക് കഴുത്തിന് ഒട്ടും വണ്ണം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ 3.5 ഇഞ്ച് ഇറക്കം കൊടുത്തു കഴിഞ്ഞാൽ വല്ലാണ്ട് താഴേക്ക് ഇറങ്ങി നിൽക്കുക കോളർ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് നമ്മുടെ ആ നെക്കിൽ ഇങ്ങനെ ഒരു ജോക്കർ ഇട്ട പോലെ വേണം നമ്മുടെ ബാക്ക് കോളർ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം തന്നെ ഒത്തിരി ഇറക്കി കട്ട് ചെയ്യേണ്ട. ആദ്യം തന്നെ ഒരു 2.5 ഇഞ്ചിലോ 3 ഇഞ്ചിലോ കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ദേഹത്ത് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം കുറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കുറച്ച് കട്ട് ചെയ്യുക കേട്ടോ. എനിക്കിവിടെ 3.5 ഇഞ്ചാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തത്. ആദ്യം ബാക്കിലെ നെക്ക് കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇരിക്കുന്നത് ബാക്കിലെ ആം ഹോൾ ആണ്. അതിന് 1/2 ഇഞ്ച് കുഴിച്ചിട്ടൊന്ന് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ ആക്കി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് എടുക്കാം. ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 42 ഇഞ്ച് വിഡ്ത്താണ്. 42 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്തിനെ നമ്മൾ 2.5 മീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. ലെങ്ത് വൈസ് ഞാൻ കറക്റ്റ് ഇതിനെ 2 ആക്കി മടക്കി കൊടുത്തിട്ട് അതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കട്ടിങ് വേറെ വേറെയാണ്, അതുകൊണ്ടാണ് സെന്റർ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ബാക്കിലെ പീസ് ഇതേപോലെ 2 ആക്കി മടക്കി കൊടുക്കുക. 2 ആക്കി മടക്കുന്ന സമയത്ത് 21 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്. ആ 21 ഇഞ്ച് വിഡ്ത്തിനെ ഞാൻ അങ്ങനെ തന്നെ വിടുന്നുണ്ട്. നിങ്ങൾക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, അതായത് വിഡ്ത്ത് 21 ഇഞ്ച് വേണ്ട, അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ
ലൈനിങ് നിങ്ങൾക്ക് കുറയ്ക്കാം. കുറച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ലൈനിങ് കറക്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ അളവ് പ്രകാരം സൈഡ് കട്ട് ചെയ്തെടുക്കുക. അപ്പം ബാക്കിലെ പീസിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറയാം. ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പീസിനെ വിഡ്ത്ത് വൈസ് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് അതിന്റെ സെന്ററിൽ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് സെന്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ സെന്ററിന്റെ രണ്ട് സൈഡിലേക്കായിട്ട് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 1 ഇഞ്ചിന്റെ പ്ലീറ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്ലീറ്റിന്റെ വിഡ്ത്തായിട്ട് 1 ഇഞ്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഹാഫ് ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. നിങ്ങൾക്ക് 1.5 ഇഞ്ചിന്റെ പ്ലീറ്റ് കൊടുക്കണമെങ്കിൽ 1.5 ഇഞ്ചിന്റെ കൊടുക്കാം. 2 ഇഞ്ച് വേണമെങ്കിൽ 2 ഇഞ്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാണോ നിങ്ങൾ കൊടുക്കണേന്ന് വെച്ചാൽ ആ അളവിന്റെ പകുതി രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ 1 വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പ്ലേറ്റിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് പോവുക, സ്ക്രീനിൽ കാണുന്ന പോലെ. ഇവിടെ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെന്ററിലുള്ള പ്ലേറ്റ്സ് ബോക്സ് പ്ലേറ്റ് ആണ്. ബാക്കി രണ്ട് സൈഡിലേക്ക് പോകുന്ന പ്ലേറ്റ്സിനെ നമ്മൾ നോർമൽ പ്ലേറ്റ് ആയിട്ടാണ് ഇടുന്നത്. രണ്ട് ഡയറക്ഷനിലേക്കാണെന്നുള്ളതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ സെന്ററിലുള്ള പ്ലേറ്റ്സിനെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സെന്റർ നോച്ചിട്ട ഭാഗത്തിന്റെ രണ്ട് സൈഡിലായിട്ട് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ ഹാഫ് ഇഞ്ച് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത് നമ്മളൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഹാഫ് ഇഞ്ചിന്ന് നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് ആ 1 ഇഞ്ചിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ പിൻ കുത്തി കൊടുക്കുക. സെയിം ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് സെന്ററിൽ ബോക്സ് പ്ലേറ്റ് ആയിട്ട് അത് കൺവേർട്ട് ആയിട്ട് വരും. നിങ്ങൾ നന്നായിട്ട് സ്ക്രീനിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും നല്ല രീതിക്ക് സ്ക്രീനിൽ ശ്രദ്ധിക്കുക, നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ അവിടുന്ന് അങ്ങോട്ടേക്ക് 1 ഇഞ്ചിന്റെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് രണ്ടും ഒരേ ഡയറക്ഷനിലല്ല, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് നമ്മൾ പ്ലീറ്റ് ഇടുന്നത്. അതായത് സെന്ററിൽ നമുക്ക് ബോക്സ് പ്ലീറ്റ് ആണ്. അപ്പൊ ആ ബോക്സ് പ്ലീറ്റിന്റെ ഡയറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പിന്നെ രണ്ട് സൈഡിലേക്കായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. 5 പ്ലീറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര പ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ക്ലോത്തിന്റെ വിഡ്ത്ത് അനുസരിച്ചിട്ട് കേട്ടോ. നമുക്ക് തന്നിട്ടുള്ള റെഫറൻസ് പിക്കിലും 5 പ്ലീറ്റ് ആണ്, നമ്മളും 5 പ്ലീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ പ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ട് പിൻ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. നല്ല രീതിക്ക് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അയൺ ചെയ്തതിന് ശേഷം എത്ര വരെയാണ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ച് വന്നിട്ട് അവിടുന്ന് ഫ്രീ ആയിട്ട് പ്ലീറ്റ് പോകേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ ഞാൻ വേസ്റ്റിന്റെ ആ ഒരു ലെങ്ത് തന്നെയാണ് കൊടുക്കുന്നത്. 14 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ 14 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എല്ലാ പ്ലേറ്റിന്റെ എൻഡിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. സെന്ററിലുള്ള പ്ലേറ്റ്സിൽ മാത്രം രണ്ട് സൈഡിൽ സ്റ്റിച്ച് വരും. ബാക്കിയുള്ള പ്ലേറ്റ്സിനൊക്കെ ഒറ്റ സൈഡിൽ മാത്രമേ സ്റ്റിച്ച് ഉണ്ടാവുള്ളൂ. സെന്ററിലുള്ള പ്ലേറ്റ്സിന് മാത്രം ആ രണ്ട് സൈഡിലും ഇതേപോലെ സ്റ്റിച്ച് വരണം. അപ്പം നമ്മൾ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എത്രയാണോ ലെങ്ത് എടുത്തതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആദ്യം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ അയൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ അത് എളുപ്പമായിരിക്കും കേട്ടോ. ആ 14 ഇഞ്ച് വരെ സ്റ്റിച്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പ്ലീറ്റ്സ് ഇങ്ങനെ ഫ്രീ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ സെന്ററിൽ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ക്ലോത്തിന്റെ സെന്റർ. ക്ലോത്തിന്റെ സെന്റർ ഇതേപോലെ മടക്കിയിട്ട് കൊടുക്കുക. അതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫ്രണ്ടിലെ പീസ് എടുക്കുക. ഫ്രണ്ടിലെ പീസ് തന്നെ എടുക്കുക കേട്ടോ. ഫ്രണ്ടിലെ പീസ് എടുത്തിട്ട് ആ ഫ്രണ്ടിലെ പീസിന്റെ അളവ് പ്രകാരം സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫുൾ സ്ലീവിന്റെ കട്ടിങ് എങ്ങനെയാണെന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതായത് ബാക്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ബാക്കിൽ ഒരു ഓപ്പണിംഗ് ആണ് കൊടുക്കണേന്നുള്ളത്. ബാക്കിൽ നിങ്ങൾക്ക് ഇൻവിസിബിൾ സിബ് ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് ചെയ്യാന്ന് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ഈ ഒരു വീഡിയോയുടെ തൊട്ട് മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ബാക്കിൽ ഓപ്പണിംഗ് ആയിട്ട് ഞാനൊരു 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ 6 ഇഞ്ചിന്ന് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് ഒന്ന് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. പിന്നെ ഒരു 1 ഇഞ്ചിൽ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്നും കൂടി വരയ്ക്കുന്നുണ്ട്. അതിന്റെ വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിലൊന്ന് അയൺ ചെയ്തെടുക്കുക. ബാക്കിലെ പീസിന്റെ നല്ല വശത്തിന്റെ അടിയിലായിട്ട് ലൈനിങ് വെച്ചിട്ട് സൈഡിലൂടെ ഒക്കെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നത്. ബാക്കിലെ പീസിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് പീസിനെ ഞാൻ കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ രണ്ടാക്കി മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തിട്ടുണ്ട്. അയൺ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ആ ബാക്കിലെ കറക്റ്റ് സെന്ററിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഒരു ലൈൻ ആയിട്ട് വരും. അപ്പൊ നമുക്ക് സെന്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായി പോകാതിരിക്കാനാണ് ഇതേപോലെ അയൺ ചെയ്തത് കേട്ടോ. നമ്മൾ നേരത്തെ
കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പർ എടുക്കുന്നുണ്ട്. ഈ ക്യാൻവാസ് പേപ്പറിന്റെ സെന്റർ പോയിന്റ് നമ്മൾ ഈ അയൺ ചെയ്തിട്ടുള്ള ആ ലൈനിൽ തന്നെ വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുന്നുണ്ട്. പിൻ കുത്തിയതിന് ശേഷം ഈ ക്യാൻവാസ് പേപ്പറിൽ എന്താണോ ഷേപ്പ് എന്ന് വെച്ചാൽ ആ ഷേപ്പ് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചടിക്കുക. ഇതുപോലെ ഫ്രണ്ടിലെ പീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ പീസിന്റെ അടിഭാഗത്തായിട്ട് ലൈനിങ് വെച്ചിട്ട് സൈഡിലൂടെയൊക്കെ ജസ്റ്റ് റാൻഡം ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആ കോളർ കഴിഞ്ഞിട്ട് താഴേക്കായിട്ട് ഒരു സ്വീറ്റ് ആർട്ട് നെക്ക് വരുന്നുണ്ട്. അപ്പൊ ആ സ്വീറ്റ് ആർട്ട് നെക്ക് എങ്ങനെയാ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. ഫ്രണ്ടിലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഈ പ്ലീറ്റ്സ് എൻഡ് ചെയ്യുന്ന പോയിന്റ്, അതായത് ഫ്രണ്ടിലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലീറ്റ്സ് എൻഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ് വരുന്നത്. എന്റെ കേസിൽ 2.5 ഇഞ്ചാണ്. നിങ്ങൾ 1 ഇഞ്ചിന്റെ പ്ലീറ്റ് ആണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 2.5 ഇഞ്ച് തന്നെയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അളവ് എടുക്കുക. ഈ അളവ്, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ അളവ് പ്രത്യേകം ഓർത്ത് വെക്കണം. നമുക്ക് കോളർ ചെയ്യുന്ന സമയത്ത് ആ അളവിന്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എത്രയാണോ അളവ് എടുക്കണമെന്ന് വെച്ചാൽ ആ അളവ് ഓർത്ത് വെക്കണം. അപ്പൊ ഞാനിവിടെ 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ക്യാൻവാസ് പേപ്പർ വേണം. ഈ ക്യാൻവാസ് പേപ്പറിനെ ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ എത്രയാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ അളവ് മാർക്ക് ചെയ്യുക. അപ്പൊ ഞാനിവിടെ 2.5 ഇഞ്ചാണ്. ഇനി നെക്കിന് ഇറക്കമായിട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കോളർ ചെയ്യാൻ വേണ്ടിയിട്ട് 3.5 ഇഞ്ച് ഇറക്കത്തിൽ റൗണ്ട് കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ താഴേക്കാണ് നമ്മൾ ഈ 4 ഇഞ്ച് കൊടുക്കുന്നത്. അപ്പൊ 3.5 4 എന്ന് പറയുമ്പോൾ നമുക്ക് 7.5 ഇഞ്ച് ഇറക്കം വരും. ഈ 7.5 ഇഞ്ച് ഇറക്കത്തിൽ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഈ 4 ഇഞ്ച് ഇറക്കം നമ്മൾ എടുത്തെങ്കിലും നമ്മുടെ ആ ഒരു അളവ് കറക്റ്റ് ആക്കി വെക്കുമ്പോൾ അത് കുറച്ച് മുകളിലേക്ക് കയറിയിട്ടാണ് ഉണ്ടാവുക. അതെങ്ങനെയാന്നുള്ളത് കാണിക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 7 ഇഞ്ച് ഇറക്കമാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എനിക്കത് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും ഇറക്കം എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ സൈഡിലേക്ക് എത്രത്തോളം വൈഡ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. തംബ്നെയിലിൽ തന്നിരിക്കുന്ന ഫോട്ടോയിൽ നല്ല രീതിക്ക് വൈഡ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെ പീസ് എടുക്കുക, അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ അയൺ ചെയ്തിട്ടുള്ള ക്യാൻവാസ് പേപ്പർ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ, നമ്മൾ കറക്റ്റ് സെന്റർ കറക്റ്റ് ആക്കി വെക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള കോളറിന് വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാൻവാസ് പേപ്പർ കുറച്ചൊന്ന്, അതായത് ആ ഒരു പോയിന്റ് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻവാസ് പേപ്പർ കുറച്ചിങ്ങനെ പൊക്കി വെച്ച് കൊടുക്കണം. നിങ്ങൾ നന്നായിട്ട് സ്ക്രീനിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ക്യാൻവാസ് പേപ്പറിന്റെ 2 എൻഡ് പോയിന്റും ഈ ക്ലോത്തിൽ ടച്ച് ചെയ്യുന്ന രീതിക്ക് ഞാൻ ഈ ഒരു ക്യാൻവാസ് പേപ്പറിനെ ഇങ്ങനെ പൊക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 4 ഇഞ്ച് ഇറക്കം എടുത്തെങ്കിലും ഈ പൊക്കി വെച്ചത് കൊണ്ട് തന്നെ അവിടെ ഒരു 1/2 ഇഞ്ചോളം എനിക്ക് കുറയും. അപ്പൊ അതും കൂടി ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ 4 ഇഞ്ച് ഇറക്കം എടുത്തത് കേട്ടോ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ സെൻട്രലായിട്ട് ഇതേപോലെ ഒരു പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. നമ്മൾ ഈ സ്വീറ്റ് ആർട്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്, അതായത് താഴേക്ക് മാർക്ക് ചെയ്ത പോയിന്റ് അല്ല, നമ്മളിങ്ങനെ കുറച്ച് വൈഡ് ആയിട്ട് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന്റെ അവിടെ സ്കെയിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പ്, അതായത് ആ ഒരു പോയിന്റ് വരച്ചിട്ടുള്ള ഷേപ്പ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചോക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. പക്ഷെ നമുക്ക് ഇവിടെ റെഫറൻസിന് തന്നിരിക്കുന്ന ഫോട്ടോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആം ഹോൾ കഴിഞ്ഞിട്ട് ഒത്തിരി ആ ഒരു നെറ്റ് വരുന്നില്ല. അപ്പൊ ഈ ഒരു ഷേപ്പ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ആ ഒരു നെറ്റ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് ഫോട്ടോയിൽ അങ്ങനെ അല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഈ ഷേപ്പിനെ ഒന്ന് ചെരിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് കറക്റ്റ് നമ്മൾ ആ ഒരു ഷേപ്പ് എടുക്കാണ്ട് ജസ്റ്റ് നമ്മുടെ ആം ഹോളിന്റെ ഭാഗം കഴിഞ്ഞിട്ട് കുറച്ച് മാത്രം ആ നെറ്റ് വരത്തക്ക രീതിയിൽ അതിനെ ഒന്ന് ചെരിച്ചു കൊടുത്തിട്ട് അവിടെ അതേപോലെ ഡോട്ട് ഇട്ടിട്ടൊന്ന് ചോക്ക് വെച്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. നല്ല രീതിയിൽ ശ്രദ്ധിക്കാട്ടോ, സ്ക്രീനിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾ ചെയ്യുക. ഇനി 2 സൈഡിലേക്കായിട്ടും നെറ്റിന്റെ പീസ് ഇതേപോലെ നമ്മളിപ്പോൾ ഈ അടയാളപ്പെടുത്തിയ അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നമ്മുടെ ആം ഹോളിന്റെ ഭാഗമായാലും ശരി, ഷോൾഡറിന്റെ ഭാഗത്തായാലും നെക്കിന്റെ ഭാഗത്തായാലും ഒന്നും നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് വെക്കേണ്ട. കാരണം അവിടെയൊക്കെ നമുക്ക് വേറെ സ്റ്റിച്ചുകൾ എക്സ്ട്രാ വരുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തൊന്നും എക്സ്ട്രാ ക്ലോത്ത് വെക്കേണ്ട. താഴ്ഭാഗത്ത്, അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഈ ചെരിച്ചിട്ടൊരു ഷേപ്പ് മാർക്ക് ചെയ്ത ഭാഗം, ആ ഭാഗത്ത് മാത്രം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് വെക്കണം. ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തിന്റെ മുകളിലായിട്ട് ഈ നെറ്റ് വെച്ചിട്ട് സൈഡ് വശങ്ങളൊക്കെ പിൻ കുത്തി കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്തില്ലേ, ആ ഭാഗം ആ 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് ഇതേപോലെ മടക്കിയിട്ട് ആ ഭാഗത്തും പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം എല്ലാ ഭാഗത്തും കൂടി ആയിട്ട് ജസ്റ്റ് റാൻഡം ആയിട്ടൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. കാരണം ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. ഇനി സെൻട്രലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുക. ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ നെക്കിന്റെ 2 ഭാഗവും ക്ലോത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ കുറച്ച് മുകളിലേക്ക് കയറി വെക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. സെന്റർ മിസ്സായി പോകരുത്. സെന്റർ കറക്റ്റ് വരുന്നത് നമ്മുടെ ആ സെന്ററിലുള്ള പ്ലീറ്റ്സിന്റെ സെന്ററിലായിരിക്കണം.
അത് ഉറപ്പ് വരുത്തുക, പിൻ കുത്തി കൊടുക്കുക. എന്താണോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള നെക്കിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ ആ ഷേപ്പ് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. ഇതിനൊന്ന് ക്യാൻവാസ് പേപ്പർ ഒന്ന് നിവർത്തി വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ എന്താണോ നെക്കിന് ഷേപ്പ് കൊടുത്തത് ആ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ ക്യാൻവാസ് പേപ്പർ മെയിൻ ക്ലോത്തിന്റെ അടിഭാഗത്തേക്ക് വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന് മുകളിൽ ബാക്കിലെ പീസിന്റെ നല്ല വശം വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. മുക്കാൽ ഭാഗവും നമ്മുടെ ഡ്രസ്സിന്റെ പണി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യാനുള്ളത് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള കോളർ വെക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ക്ലോത്തിനെ രണ്ടാക്കി മടക്കിയിടുക. രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഈ ഒരു ഭാഗം വേണം അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ബാക്കിൽ നമ്മൾ ഓപ്പണിങ് കൊടുത്തിട്ടുള്ള ആ ഭാഗം മുതൽക്ക് ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ഷേപ്പ് വരെ നമ്മൾ അളന്ന് നോക്കുന്ന സമയത്ത് കറക്റ്റ് ആക്കിയിട്ട് അളന്ന് നോക്കുക. ഒരു 3-4 പ്രാവശ്യം അളന്ന് നോക്കിയാലും തെറ്റില്ല. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അളക്കുന്ന സമയത്ത് നമുക്ക് 6.25 ഇഞ്ചാണ് കിട്ടുന്നത്. അതായത് ഫോൾഡ് ചെയ്തിട്ടപ്പോഴുള്ള അളവാണ് 6.25 ഇഞ്ച് എന്ന് പറയുന്നത്. ഈ 6.25 ഇഞ്ച് അങ്ങനെ എടുത്താൽ മതിയോ? പോരല്ലോ. നമുക്ക് ആ സെന്ററും കൂടി കവർ ചെയ്യണം. അപ്പൊ അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ ഫ്രണ്ടിലെ നെക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് സ്വീറ്റ് ഹാർട്ട് നെക്കിന്റെ ക്യാൻവാസ് പേപ്പർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, അവിടെ നിങ്ങൾ എത്രയാണോ നെക്കിന് വിടുത്ത് എടുക്കുന്നത് എന്ന് വെച്ചാൽ ആ നെക്ക് വിടുത്ത് മറന്നു പോകരുത്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന നെക്ക് വിടുത്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. അപ്പൊ ഈ 6.25ന്റെ കൂടെ 2.5 ഇഞ്ചും കൂടി ചേർക്കുന്ന സമയത്ത് നമുക്ക് 8.25 ഇഞ്ചാണ് കിട്ടുക. ഈ 8.25 ഇഞ്ചിനെ ഞാൻ ഒരു 1/4 ഇഞ്ചും കൂടി ചേർത്ത് 9 ഇഞ്ചാക്കി എടുക്കുകയാണ്. 4 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു സൈഡിലേക്ക് 1/4 ഇഞ്ചാണ്, രണ്ട് സൈഡിലേക്കും കൂടി വരുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടാവും. ഈ 1/2 ഇഞ്ച് എന്തിനാന്നുള്ളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറയാം കേട്ടോ. അപ്പൊ അതിലേക്ക് ഒരു 1/4 ഇഞ്ചും കൂടി ചേർത്ത് 9 ഇഞ്ചാക്കി ഞാൻ അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പറിനെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഒരു ആർച്ച് ഷേപ്പ് റാൻഡം ആയിട്ട് ഞാൻ വരച്ചെടുക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇതേപോലെ വരച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്ന് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കുത്ത് വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് ഷേപ്പ് വരയ്ക്കുക എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്, അതായത് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള കോളർ ആയാലും ശരി, ആ കോളറിന്റെയും ബേസിക് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഷേപ്പിലേക്ക് വരാം. ഈ ഷേപ്പിന്റെ അതേ പ്രകാരം എങ്ങനെയാണോ നമ്മൾ വരച്ചു വെച്ചത് ആ ഷേപ്പിന്റെ അതേ പോലെ ടേപ്പ് വെച്ചിട്ട് ഈ 9 ഇഞ്ച് എവിടെയാണോ വരുന്നതെന്ന് വെച്ചാൽ ആ പോയിന്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ 9 ഇഞ്ച് എന്നുള്ളത് എൻ്റെ അളവാണ്. നിങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ അളവ് വേണം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു 1 ഇഞ്ചിന്റെ കോളർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഉള്ളോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻഡിലായതുകൊണ്ട് നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ് വരച്ചത്. നിങ്ങൾക്ക് അതിനൊന്ന് കർവ് ചെയ്ത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ കർവ് ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ അടയാളപ്പെടുത്തിയ പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ ഒന്ന് അയൺ ചെയ്യാം. തന്നിരിക്കുന്ന റെഫറൻസ് പിക്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നെറ്റ്, അതായത് നമ്മൾ സ്ലീവിൽ കൊടുത്തിരിക്കുന്ന നെറ്റ് ആണ് കോളറിന് ഉപയോഗിച്ചിരിക്കുന്നത്. നെറ്റിന്റെ അടിയിൽ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. താഴെ ഇരിക്കുന്നതാണ് നമ്മുടെ കറക്റ്റ് അളവ്, അതായത് ചോക്ക് വെച്ച് അടയാളപ്പെടുത്തി കൊടുത്ത ഭാഗമാണ് നമ്മുടെ കറക്റ്റ് അളവ്. അപ്പൊ ആ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ 1/2 ഇഞ്ചിലുള്ള ക്ലോത്തിനെ ഉള്ളോട്ടേക്ക് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഭാഗമാണ് നമുക്ക് പുറമേക്ക് കോളർ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വിസിബിൾ ആവുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ വളരെ നീറ്റ് ആയിട്ട് എങ്ങനെയാണോ നിങ്ങളുടെ ക്യാൻവാസ് പേപ്പറിലുള്ള ആ ഒരു ഷേപ്പ് അത് പ്രകാരം വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ അടിയിലായിട്ട് വേറൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ അയൺ ചെയ്തിട്ടുള്ള പീസിന്റെ നല്ല വശം വെച്ച് കൊടുക്കുക. ഒരു ഭാഗം നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട്. ബാക്കി 3 ഭാഗം എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പറിലുള്ള ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാരം ഈ 2 ക്ലോത്തും കൂടി ഒന്നിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. ഇതിനൊന്ന് മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം മുകൾ ഭാഗം ഒന്ന് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ആദ്യമേ നമ്മൾ ക്യാൻവാസ് പേപ്പറിന്റെ പുറമേക്ക് വരുന്ന ഭാഗം ഉള്ളോട്ടേക്ക് മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എൻഡ് ചെയ്യുന്ന ഭാഗത്തായിക്കൊണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ചോക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വെച്ചിട്ട് ബാക്കി എക്സ്ട്രാ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി കോളർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ബാക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിൽ തന്നെ ചീത്ത ഭാഗമാണ്, നല്ല ഭാഗമല്ല. ചീത്ത ഭാഗത്തിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച ഭാഗമല്ല,
ക്യാൻവാസ് പേപ്പർ ഒട്ടിക്കാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെച്ച് കൊടുക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ അളവെടുക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് അധികമായിട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഈ 1/4 ഇഞ്ച് ഇതേപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് എന്തിനാണ് അങ്ങനെ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൂക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഹൂക്ക് ഒന്നിന്റെ മുകളിൽ ഒന്നിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുമ്പോൾ കൂടി പിടിച്ചതുപോലെ ഇരിക്കും നമ്മുടെ ബാക്കിൽ നിന്ന് കാണുമ്പോൾ. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം ഒരു 1/4 ഇഞ്ച് അധികമാക്കിയിട്ട് വെച്ചു കൊടുക്കാൻ പറയുന്നത് കേട്ടോ. ചോക്ക് കൊണ്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു, ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യുക. എൻഡിലെത്തുന്ന സമയത്ത് നമുക്കുള്ള ക്ലോത്ത് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ലോക്ക് ഇട്ടിട്ട് നിർത്തുക. നിർത്തി കഴിഞ്ഞിട്ട് സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. അവിടുന്ന് നമ്മൾ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് അധികമായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ ലോക്ക് ഇട്ട് കൊടുത്താൽ ബാക്കി നമ്മുടെ സെന്ററിൽ ആവശ്യമുള്ള ക്ലോത്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരും. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ഒരു രീതിയിൽ വരും. ഇപ്പൊ ചീത്ത ഭാഗത്താണ് ഇരിക്കുന്നത്, ഇതിന് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കുക. സീം അലവൻസ് ഒക്കെ ഈ ക്യാൻവാസ് പേപ്പറിന്റെ ഉള്ളിൽ ഹൈഡ് ചെയ്തിട്ട് ഈ ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ പതിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്ലോത്ത് ഉള്ള ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി സെന്ററിൽ കുറച്ച് ഭാഗം ഒഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ താഴെ ഇരിക്കുന്ന സീം അലവൻസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ ഉള്ളോട്ടേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് പതിച്ചടിക്കുക. എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് അടുത്ത എൻഡ് വരെ സെയിം ഇതേപോലെ ഒറ്റ സ്റ്റിച്ചിൽ അങ്ങ് പോയാൽ മതി. ഇതുപോലെയാണ് ഉണ്ടാവുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള കോളർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് രണ്ട് സൈഡിലേക്കും അധികമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒന്നെങ്കിൽ ഇതേപോലത്തെ പ്രസ് ബട്ടൺ കൊടുക്കണമെങ്കിൽ പ്രസ് ബട്ടൺ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഹൂക്കും ആയിരിക്കും, ബ്ലൗസിനൊക്കെ കൊടുക്കുന്ന പോലെയുള്ള ഹൂക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഏതാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഈ എക്സ്ട്രാ വെച്ചിട്ടുള്ള ഭാഗത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ബാക്കിലുള്ള ഈ ഓപ്പണിങ്ങിന്റെ ഭാഗം ഇങ്ങനെ കൂടി പിടിച്ചിരിക്കില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. നേരെ മറിച്ച് നമ്മൾ കറക്റ്റ് അളവിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കൂടി പിടിച്ചിരിക്കും, അതായത് ഒന്നിന്റെ മുകളിൽ ഒന്നിങ്ങനെ കയറിയിട്ട് ചുളിഞ്ഞിരിക്കും. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവായി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾ ഏത് സ്ലീവ് ആണോ കട്ട് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ ആ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അളവ് പ്രകാരം സൈഡ് ജോയിൻ ചെയ്യുക, താഴ്ഭാഗം മടക്കി തയ്ക്കുക. അതിലേക്കൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഇപ്പൊ തന്നെ നല്ല ലെങ്തി വീഡിയോ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് റെഡ് കളർ ക്ലോത്ത് എടുക്കണമെങ്കിൽ റെഡ് കളറിൽ ചെയ്യാം കേട്ടോ. കാരണം നിങ്ങൾ ക്രിസ്മസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റെഡ് കളറിൽ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ക്രിസ്മസിന് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.